ഇന്ന് ഞാനും നമ്മുടെ സമൂഹവും കേട്ട ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഷൊർണൂരിൽ വെറും 13 വയസ്സുള്ള 8ാം ക്ലാസ്സുകാരി ഗർഭിണിയായെന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു വാക്കു പറയാതെ പോകാൻ എനിക്ക് കഴിയുന്നില്ല. ഇത് ഒരു പത്രവാർത്ത മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ യാത്ര എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു ചോദ്യം കൂടെയുണ്ട്. നമുക്ക് എവിടെയാണ് തെറ്റിയത്? നമുക്ക് എന്താണ് നഷ്ടപ്പെട്ടത്? അതാണ് ഈ സംഭവം നമ്മളോട് ചോദിക്കുന്നത്. സംഭവം വളരെ ദുഃഖകരമായ രീതിയിലാണ് പുറത്തു വന്നത്. 13 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിയപ്പോൾ തുടർന്നുള്ള പരിശോധനയിലാണ് പെൺകുട്ടി ഗർഭിണിയാണെന്ന് വ്യക്തമായത്. അത് കേൾക്കുന്ന ആ മാതാപിതാക്കളുടെ അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. പിന്നീട് മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി അന്വേഷണം ആരംഭിച്ചപ്പോൾ ആ പെൺകുട്ടിയുടെ സഹപാഠി തന്നെയാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലായി. ഇരുവരും ഒരേ സ്കൂളിൽ പഠിക്കുന്ന സഹപാഠികളാണ്. പോലീസ് കേസെടുത്ത് പോക്സോ നിയമപ്രകാരം ആൺകുട്ടിയെ ജുവൈനൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കി. പക്ഷെ അതോടെ കഥ അവസാനിക്കുന്നില്ല. ഇത് ഒരു കേസിന്റെ കഥയല്ല, ഒരു സമൂഹത്തിന്റെ നിലപാടാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇത് കേൾക്കുന്ന നമ്മളിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഇത് എങ്ങനെ സാധിക്കും? 13ാം വയസ്സിൽ ഗർഭിണിയാകുമോ എന്നൊക്കെ. പക്ഷെ യാഥാർത്ഥ്യം അതാണ്. ഇന്ന് കുട്ടികൾക്ക് ഇന്റർനെറ്റിലൂടെ ധാരാളം വിവരങ്ങൾ കിട്ടുന്ന കാലമാണ്. അവയിൽ നല്ലതും ചീത്തയുമുണ്ട്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ശരിയായ ബോധവൽക്കരണം ഇല്ലാതെ സോഷ്യൽ മീഡിയ, വീഡിയോസ്, റീലുകൾ ഇതൊക്കെ അവരുടെ മനസ്സിൽ തെറ്റായ കൗതുകം ഉളവാക്കും. അവരറിയാതെ തന്നെ അവരെ അപകടത്തിലേക്ക് നയിക്കുന്നു. ഇപ്പോൾ പിന്നെ മാതാപിതാക്കളും തിരക്കിലാണ്. രാവിലെ പോകുന്ന മാതാപിതാക്കൾ വൈകിട്ട് വീട്ടിലെത്തുമ്പോൾ ബാക്കി സമയമൊന്നും കുട്ടികളോട് സംസാരിക്കാൻ സമയം കിട്ടാറില്ല. അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. നമ്മുടെ സ്കൂളുകളും അതുപോലെയാണ്. വിഷയങ്ങൾ പഠിപ്പിക്കുന്നു, മാർക്ക് കൊടുക്കുന്നു. പക്ഷേ കുട്ടികളുടെ ജീവിതബോധം അതിനായി ആരും സമയം ചിലവഴിക്കുന്നില്ല. ശരീരബോധം എന്ന വിഷയമെങ്കിലും എത്ര സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്? കുട്ടികൾക്ക് അവരുടെ ശരീരത്തിലെ മാറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ആരാണ് സഹായിക്കുന്നത്? ഇതുപോലെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ പരസ്പരം കുറ്റങ്ങൾ ചുമത്താറുണ്ട്. രക്ഷിതാക്കൾ ശ്രദ്ധിച്ചില്ല, സ്കൂളുകാർ നോക്കിയില്ല, സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്നൊക്കെ. പക്ഷെ യഥാർത്ഥത്തിൽ ഓരോരുത്തർക്കും ചെറിയൊരു പങ്കുണ്ട്. ഇത് ഒരു കുട്ടിയുടെ വ്യക്തിപരമായ ദുരന്തമല്ല, ഒരു സമൂഹം മുഴുവനായും കാണാതെ പോകുന്ന ഒരു പ്രശ്നത്തിന്റെ ഫലമാണ്. കുട്ടികൾക്ക് 10ഉം 11ഉം വയസ്സിനുള്ളിൽ തന്നെ ശരീരത്തിൽ മാറ്റങ്ങൾ തുടങ്ങും. അത് അവരുടെ മനസ്സിൽ പുതിയതും ആശയക്കുഴപ്പമുള്ളതുമായ ഒരു അനുഭവമായി മാറും. ആ സമയത്ത് അവർക്കൊപ്പം ഒരാൾ വേണം, അവരെ കുറ്റപ്പെടുത്താതെ അവരെ കേൾക്കുന്ന ഒരാൾ. മാതാപിതാക്കൾ ആ ബന്ധം ഉണ്ടാക്കിയെടുക്കണം. കുട്ടികളോട് തുറന്ന മനസ്സോടെ സംസാരിക്കണം. ഇത് തെറ്റാണ്, അത് ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് അത് തെറ്റായത്, അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് എന്നുകൂടി കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സമൂഹം മുഴുവൻ തന്നെ സ്മാർട്ട് ഫോൺ ലോകത്താണ്. 13ഉം 14ഉം വയസ്സുള്ള കുട്ടികൾക്ക് ഫോണുണ്ട്. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ടെലിഗ്രാം, റീൽസ് എല്ലാം അവരുടെ കൈവശമുണ്ട്. പക്ഷേ അവർക്ക് ആവശ്യമായ മെന്റൽ ഗൈഡൻസ് ഇല്ല. കുട്ടികൾ ക്യൂരിയോസിറ്റി കൊണ്ടാണ് തുടങ്ങുന്നത്. പക്ഷേ ആ ക്യൂരിയോസിറ്റി ചിലപ്പോൾ അവരെ അപകടത്തിലേക്ക് നയിക്കും. അവർക്ക് അത് പ്ലേഫുൾ തെങ്ങുപോലെ തോന്നിയേക്കാം, പക്ഷെ അതിന്റെ ഫലങ്ങൾ അവരെ ജീവിതകാലം മുഴുവൻ മാറ്റിമറിക്കും. ഈ ഷൊർണൂർ സംഭവത്തിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഇരുവരും കുട്ടികളാണ്. പക്ഷേ നിയമം അവരെ ഒരുപോലെ കാണുന്നില്ല. 18 വയസ്സിന് താഴെയുള്ളവരുമായി ബന്ധമുണ്ടാക്കുന്നത് കുറ്റമാണ്. അതിന്റെ ഉദ്ദേശം കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ്. അവർക്ക് ശരിയായ ബോധവൽക്കരണം കിട്ടാതിരിക്കുമ്പോൾ അവരുടെ ജീവിതം തകരാതിരിക്കാൻ. അതിനാൽ രക്ഷിതാക്കളും അധ്യാപകരും ഇപ്പോൾ ചെയ്യേണ്ടത് കുട്ടികളോട് ഓപ്പണായി സംസാരിക്കുക എന്നതാണ്. സെക്സ് എഡ്യൂക്കേഷൻ എന്നത് നമുക്ക് കേൾക്കുമ്പോൾ ലജ്ജയായി തോന്നുമെങ്കിലും അത് ലജ്ജിക്കേണ്ട കാര്യമല്ല. അത് ഒരു ബോധവൽക്കരണമാണ്. അത് നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു ആയുധമാണ്. സ്കൂളുകളിൽ ബോധവൽക്കരണ ക്ലാസുകൾ വേണം, കൗൺസിലിംഗ് വേണം, കുട്ടികൾക്ക് സംശയങ്ങൾ ചോദിക്കാൻ ഒരു സുരക്ഷിത സ്ഥലം വേണം. മാതാപിതാക്കൾക്കും അവയർനെസ് പ്രോഗ്രാം വേണം.
കുട്ടികളുടെ ഫോൺ, സോഷ്യൽ മീഡിയ ഉപയോഗം നിരീക്ഷിക്കാൻ ഒരു പരിധിവരെ പേരന്റൽ കൺട്രോൾ വേണം. പക്ഷേ അതിനപ്പുറം ട്രസ്റ്റും വേണം. ഈ സംഭവത്തിൽ ഇരുവരുടെയും ജീവിതം തന്നെ മാറി. ആ പെൺകുട്ടിക്ക് ഈ പ്രായത്തിൽ ഒരമ്മയാകേണ്ടി വരുമെന്നത് ഒരിക്കലും ആഗ്രഹിച്ച കാര്യമല്ല. അതേസമയം ആൺകുട്ടിയുടെ ഭാവിയും ഇപ്പോൾ നിയമത്തിന്റെ കൈകളിലാണ്. അവനും ഒരു കുട്ടിയാണ്. പക്ഷേ അവന്റെ ജീവിതം ഇപ്പോൾ ഒരു ചോദ്യചിഹ്നം നിറഞ്ഞതാണ്. ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെ കൂടുതൽ മനസ്സിലാക്കണം. അവരെ കുറ്റപ്പെടുത്താതെ കേൾക്കണം. അവർക്കുള്ള സംശയങ്ങൾ പരിഹരിക്കണം. കുട്ടികൾക്ക് ഭയമല്ല, വിശ്വാസമാണ് വേണ്ടത്. അതുണ്ടെങ്കിൽ ഇത്തരം സംഭവങ്ങൾ കുറയും. നമ്മുടെ സമൂഹം വളരുമ്പോൾ പുതിയ വെല്ലുവിളികളും കൂടിയാണ് വരുന്നത്. ഇന്റർനെറ്റ് നമ്മുടെ ജീവിതം എളുപ്പമാക്കിയതുപോലെ തന്നെ അപകടങ്ങളും പതുങ്ങിയിരിക്കുന്നു. അതിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാൻ നിയമം മാത്രമല്ല, സമൂഹത്തിന്റെ മനോഭാവം തന്നെ മാറ്റേണ്ടതുണ്ട്. ഷൊർണൂരിലെ ഈ സംഭവം നമ്മളെ ഞെട്ടിച്ചതിനോടൊപ്പം നമുക്കൊരു പുതിയ പാഠവും കൂടെ തരികയാണ്. നമുക്ക് കുട്ടികളോട് കൂടുതൽ സമയം ചിലവിടാം. അവരുടെ മനസ്സിൽ എന്തു നടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അവരോട് വിശ്വാസത്തോടെ സംസാരിക്കാം. മക്കളെ സംരക്ഷിക്കുക എന്നത് ഒരു കടമയല്ല, അതൊരു ഉത്തരവാദിത്തമാണ്. അവസാനമായി പറയാൻ ഒരു വാക്ക്, ഇത് ഒരു കുട്ടിയുടെ കഥയല്ല, ഒരു കുടുംബത്തിന്റെ കഥയല്ല. ഇത് നമ്മളെല്ലാവരുടെയും കഥയാണ്. നമ്മുടെ കുട്ടികൾക്കായി ഒരു സുരക്ഷിത സമൂഹം ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഏക മാർഗം. ഇതുപോലെയുള്ള വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് തുറന്ന മനസ്സോടെ സംസാരിക്കണം. ഈ വീഡിയോ ഒരാളെയെങ്കിലും ബോധവൽക്കരിക്കാൻ സഹായിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ കൂടെ അറിയിക്കണം. നന്ദി, നമസ്കാരം.